കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും പ്രത്യക്ഷപ്പെടാമെന്ന് അരുളിച്ചെയ്ത അരുമരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ കാത്തിരിപ്പിൻ്റെ ഉടമയാണ്. മാതാപിതാക്കൾ മക്കൾക്കായി എപ്പോഴും കാത്തിരിക്കും. മക്കൾ മാതാപിതാക്കൾക്കായി കാത്തിരിക്കും. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ അന്യോന്യം കാത്തിരിക്കും. അങ്ങനെ വിവിധ നിലകളിലുള്ള കാത്തിരിപ്പ് ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു. 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു യഹോവയിൽ ആശ്രയിക്കും. അപ്പോൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, കാത്തിരിക്കുന്ന ദൈവഭക്തൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. എത്ര ശക്തനായാലും നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനാണ്. പലപ്പോഴും മാനുഷികമാകുന്ന ശക്തിയും ബലവും ഒക്കെ നമ്മളിൽ നിലനിൽക്കുന്നത് പലപ്പോഴും ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളുടെ ശക്തിയും ധൈര്യവും ചോർന്നു പോകാറുണ്ട്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്ത ദൈവം. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, കാത്തിരിക്കുന്നതിന് മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവമുണ്ട്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ലജ്ജിച്ചു പോകുകയില്ല, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പിന്നെയും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. ജീവിതയാത്രയിൽ പലപ്പോഴും നാം നമ്മളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ക്ഷീണിക്കുന്നവരായി, തളർന്നു പോകുന്നവരായി, പരാജയമായി തീർന്നു പോകുമോ അല്ലെങ്കിൽ വീണു പോകുമോ എന്ന് ചിന്തിക്കുന്ന മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴും ലോകത്തിലും വൈദ്യന്മാരിലും ലോകത്തിൻ്റെ ശക്തിയിലും പണത്തിലും ഒക്കെ ആശ്രയിക്കും. മനുഷ്യർ നിഗളിച്ച് ദൈവത്തിങ്കൽ നിന്ന് അകന്നു നിൽക്കും. എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നാൽ നിലവിളി കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവം തൻ്റെ ആർദ്രത അല്ലെങ്കിൽ ദയ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോട് നീട്ടുകയും തൻ്റെ മക്കളെ ദൈവം വിടുവിക്കുകയും ചെയ്യുന്നു. കാരണം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിനു വേണ്ടി നൽകുവാൻ മടിക്കാതെ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് നമുക്ക് അറിയാം. അതിൻ്റെ പരിണിത ഫലമായിട്ടാണല്ലോ ഞാനും നിങ്ങളും ഒക്കെ ദൈവമക്കളായി തീർന്നത്. അപ്പോൾ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. ആരെങ്കിലും വാതുക്കൽ വന്നിട്ട് ഒരു ദയ ചോദിക്കുന്നെങ്കിൽ വാതിൽ തുറക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. മാത്രമല്ല, ക്ഷമയോടെ അകന്നു പോകുന്നവരെ നോക്കി വാതുക്കൽ നിന്ന് മുട്ടുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവർ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ വാതുക്കൽ നിന്ന് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മക്കളെ വിടുവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. 2, കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവം തൻ്റെ അത്ഭുതം കാണിക്കും. ദൈവവചനത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഹന്ന ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു.
അനേക നാളുകൾ അവൾ പ്രതീക്ഷയോടെ ആലയത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഒരു പുരുഷപ്രജയെ ദൈവം അവൾക്ക് ദാനമായി കൊടുത്തു. ഇങ്ങനെയാണ് കാണുന്നത്. ദൈവം കൊടുത്ത മറുപടി ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന് വിശ്വസ്ത പ്രവാചകനായി നിലനിന്നു. ഒരുപക്ഷേ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കലും ഇല്ലാതെയായി പോകത്തില്ല. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ച് പോകുകയില്ല. നമ്മുടെ ജീവിതനാളുകളിൽ നാം യഹോവയ്ക്കായി കാത്തിരുന്ന് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ ദൈവം ഒരത്ഭുതം കാണിക്കുക തന്നെ ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ കൈവിടുകയില്ല, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ അത്ഭുതങ്ങൾ കാണിക്കും. പിന്നെയും മീഖായുടെ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ നിൻ്റെ മേൽ അത്ഭുതങ്ങളെ കാണിക്കും. ഇന്ന് ജീവിതയാത്രയിൽ ഒരത്ഭുതം ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കണം എന്നുള്ള പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുവെങ്കിൽ ദുഃഖിതരോട് തൻ്റെ ആർദ്രത കാണിക്കുന്ന വലിയവനാകുന്ന ദൈവം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ, അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും തൻ്റെ അടുക്കിലേക്ക് ആശ്വാസം നൽകുവാൻ വിളിച്ച് ചേർത്ത ദൈവം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായ നമ്മളെ ദൈവസന്നിധിയിൽ വിളിച്ച് ചേർത്ത ദൈവം ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കാത്തിരിക്കുന്നു. ആകയാൽ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നാൽ അവൻ നമ്മളെ നാശകരമായ കുഴിയിൽ നിന്നും ഒരിക്കലും അവിടെ നിന്ന് കരകയറത്തില്ലെന്ന് മനുഷ്യർ വിധിയെഴുതി നീ നശിച്ചു പോകുമെന്ന് ലോകം കണക്ക് കൂട്ടുന്ന മേഖലകളിൽ നിന്ന് ദൈവത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയും. മാത്രമല്ല, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ നമ്മളെ കരകയറ്റും എന്ന് അതിനുശേഷം കാണുന്ന ആ വാക്യം വളരെ വ്യക്തമാണ്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ നാം ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് ഈ വർഷം അവസാനിക്കുമ്പോൾ കഴിഞ്ഞ നാളുകൾ കാത്തിരുന്ന ഏതെങ്കിലും വിഷയങ്ങളുടെ മേൽ പ്രതിഫലമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം മറുപടികളെ നൽകി തന്ന് നമ്മെ അനുഗ്രഹിക്കും. സ്വർഗീയ പിതാവേ, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജീവിത വിഷയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചില പുതുവഴികൾ തുറന്നു വരത്തക്കവണ്ണം ദൈവം ചില അത്ഭുതങ്ങളെ നിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യണം. യേശുവിൻ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ സമാധാനം പകരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.